കിടപ്പാടമില്ലാതെ വിഷമിക്കുന്നവർക്കൊരു സദ്വാർത്ത. പെരുമ്പടവ് സെൻറ്റ് ജോസഫ് ഇടവക ഒരേക്കർ ഭൂമിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അർഹതപ്പെട്ട 7 വീട്ടുകാർക്കാണ് ഭൂമി നൽകുന്നതെന്ന് ഇടവക വികാരി റവറൻഡ് ഡോക്ടർ മാണി മേൽവട്ടം സൺഡേ ശാലോമിനോട് പറഞ്ഞു. 1955 മാർച്ച് 19 സ്ഥാപിതമായ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിനാൽ സ്ഥാപിതമായ ഇടവക 69 വർഷങ്ങൾ പിന്നിട്ട് 70ാം വർഷത്തിലേക്ക് പ്ലാറ്റിനം ജൂബിലിയിലേക്ക് 2024 പ്രവേശിക്കുകയാണ്. അഭിമന്യ മാർ ജോസഫ് പാമ്പളാനി മെത്രാപ്പൊലീത്തായുടെ ആഹ്വാനമുണ്ടായിരുന്നു. തലശ്ശേരി അതിരൂപതയിൽ ഈ വർഷം ദിവ്യകാരുണ്യ വർഷമായി പ്രഖ്യാപിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തോട് ഭക്തിയും സ്നേഹവും വിശ്വാസവും വർദ്ധിക്കണം, ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുകണമെന്ന്. അതിൻ്റെ ഭാഗമായി ഇടവകയുടെ ഒരേക്കർ ഭൂമി സ്ഥലവും വീടുമില്ലാത്തവർക്ക് ദാനം ചെയ്യുകയാണ്. അതിൻ്റെ ആദ്യഘട്ടത്തിലെ 6 കുടുംബങ്ങൾക്കുള്ള ഭൂമി ദാനവും അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പളാനി മെത്രാപ്പൊലീത്ത പ്ലാറ്റിനം ജൂബിലിയുടെ തിരിതെളിച്ച് വിശുദ്ധ കുർബാനയെ അർപ്പിക്കുന്നതോടൊപ്പം ഈ ഭൂമി ദാനവും പ്രത്യേകമായിട്ട് നിർവഹിക്കുകയാണ്. അതുപോലെ തന്നെ ആ സ്ഥലത്ത് ആദ്യമായി പണിത സ്നേഹവീടിൻ്റെ താക്കോൽ ദാനവും അഭിവന്ദ്യ പിതാവ് നിർവഹിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. ഇടവകയുടെ 70ാം വാർഷിക ഉദ്ഘാടനവും സ്നേഹവീടിൻ്റെ താക്കോൽ ദാനവും ഭൂരഹിതർക്കുള്ള ഭൂമി കൈമാറ്റവും തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പാമ്പളാനി നിർവഹിച്ചു. വീടില്ലാത്തവർക്ക് വീട്, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകുക എന്നുള്ളത് അതിരൂപതയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. നമ്മൾ കോശി കമ്മീഷന് വേണ്ടി നടത്തിയ സർവേയിൽ ഇനിയും 740 ആളുകൾക്ക് നമ്മുടെ രൂപതയിൽ സ്വന്തമായ വീട് പണിയാൻ 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത കുടുംബങ്ങളുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് വീട് പണിയാനുള്ള ഭൂമി എല്ലാവരും കൂടി പങ്കിട്ട് നൽകുക എന്നുള്ളതാണ് രൂപതയുടെ ആഗ്രഹം. പള്ളിക്ക് സ്ഥലമുള്ളവർക്ക് അത് ചെയ്യും, അല്ലാത്തവർക്ക് ചേട്ടന്മാർക്ക് സ്ഥലമുള്ള പങ്ക് കൊടുക്കുക. എല്ലാവരും ചേർന്ന് നമുക്കുള്ളതുപോലെ വീട് നമ്മുടെ സഹോദരങ്ങൾക്ക് ഉണ്ടാകാനുള്ള വലിയ സ്വപ്നമാണ് ഇവിടെ അർത്ഥപൂർണമായി നിങ്ങൾ സാക്ഷാത്കരിക്കുന്നത്. റവറൻഡ് ഡോക്ടർ മാണി മേൽവട്ടം അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജിബിൻ പൂവനാട്, ഫാദർ ജസ്റ്റിൻ തട്ടാപ്പറമ്പിൽ, ഫാദർ റോബിൻ പരിയാനിക്കൽ, ഷെൽമോൻ പൈനാടത്ത്, ബിജു തെക്കേമുറി, ദീപു കണ്ടത്തിൽ പുത്തൻപുരയിൽ, ബിനിൽ കടവിൽ, ലിജോ പാലമൂട്ടിൽ, ജോഷി പുല്ലംപ്ലാവിൽ, സണ്ണി കപ്പൂര്, സുനിൽ പുത്തൻപുര എന്നിവർ നേതൃത്വം നൽകി.